നെഗറ്റീവ് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നടുവിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ പ്രഖ്യാപിക്കാൻ ഒരുത്തൻ മതി ദൈവത്തിന് സൂപ്പർ നാച്ചുറലായ മിറക്കിൾ ചെയ്യാൻ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് നെഗറ്റീവ് പറയുന്നവരായിരിക്കും, അവിശ്വാസം പറയുന്നവരായിരിക്കും ഉള്ളത്. പക്ഷെ നീ ഒന്ന് മതി, വാ തുറന്ന് ശബ്ദമുയർത്തി പ്രഖ്യാപിക്കുക. ചെങ്കടൽ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോഴും പുറപ്പാട് 14-ന്റെ 13, 14, 15, 16 വാക്യങ്ങളിൽ മോശ പറയുകയാണ്. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല. 2023 നീ അനുഭവിച്ച പ്രതിസന്ധികൾ നീ അനുഭവിക്കത്തില്ലെന്ന് വാ തുറന്ന് നീ പറയണം. മോശ പ്രഖ്യാപിക്കുകയാണ്. ഞാനിവിടെ കാണുന്നത് ഡിക്ലറേഷൻ നടത്തുന്ന ഒരു അഭിഷിക്തനെയാണ്. നെഗറ്റീവ് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നടുവിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ പ്രഖ്യാപിക്കാൻ ഒരുത്തൻ മതി ദൈവത്തിന് സൂപ്പർ നാച്ചുറലായ മിറക്കിൾ ചെയ്യാൻ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് നെഗറ്റീവ് പറയുന്നവരായിരിക്കും, അവിശ്വാസം പറയുന്നവരായിരിക്കും ഉള്ളത്. പക്ഷെ നീ ഒന്ന് മതി, വാ തുറന്ന് ശബ്ദമുയർത്തി പ്രഖ്യാപിക്കുക. സാഹചര്യം നോക്കരുത്. ലൂക്കോസ് 13:10 യേശു ഒരു കൂനയായ സ്ത്രീയെ നിവർത്തുമ്പോൾ അന്ന് ശബത്ത് ദിവസമായിരുന്നു. ശബത്ത് ദിവസത്തിൽ വൈദിവൃത്തി പാടില്ല. ശബത്ത് ദിവസത്തിൽ ചരിത്രത്തിൽ ആരെയും സൗഖ്യമാക്കിയിട്ടില്ല യഹൂദന്മാരുടെ ഇടയിൽ. പക്ഷേ യേശു കർത്താവ് സാഹചര്യത്തെ നോക്കുന്നില്ല. യേശു കർത്താവ് രോഗിയെ, ആവശ്യക്കാരെ നോക്കിയിട്ട് അവരുടെ മധ്യയിൽ നിന്ന് അവളെ നിവർത്തുകയാണ്. വീണ്ടും കർത്താവ് പറയുന്നു, എക്സ്പാൻഷൻ ഉണ്ടാകണോ? സാഹചര്യത്തെ നോക്കരുത്, വാഗ്ദത്തത്തെ പ്രഖ്യാപിക്കുക. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അതേ ക്ഷാമമുണ്ടായി. പക്ഷേ ബൈബിൾ പറയുന്നു, ഇസഹാക്ക് ഈജിപ്തിൽ ചെന്ന് അബീമലേക്കിനെ ആശ്രയിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. സഹാക്കേ, നീ സാഹചര്യത്തെ നോക്കരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. 2024 പലതും തിരിഞ്ഞു മറിയും. സാഹചര്യത്തെ നോക്കരുത്. നീ കേട്ട വാഗ്ദത്തത്തെ നീ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി. 14-ാം വാക്യം പറയുന്നു, ഉൽപ്പത്തി 26:14 പറയുന്നു, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. 15-ാം വാക്യത്തിൽ പറയുന്നു, എന്നിട്ട് അവർ അവന്റെ കിണർ മൂടി. 16-ാമത്തെ വാക്യത്തിൽ ഫെലിസ്ത്യർ പറയുന്നു, നീ ഞങ്ങളെ വിട്ടുപോക, ദേശത്ത് നിന്നെ കണ്ടേക്കരുത്. പക്ഷേ 17-ാമത്തെ വാക്യം പറയുന്നു, ഇസഹാക്ക് അവിടെ തന്നെ കൂടാരം അടിച്ചു. ഞാൻ ഈ മെസ്സേജ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ്. നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ പലരും നിന്റെ ചുറ്റും വരുമ്പോൾ യു നെവർ ഡിസ്കറേജ്ഡ്. നിങ്ങൾ ഡിസ്കറേജ്ഡ് ആകരുത്. ഈ ഇശയായുടെ മക്കളിൽ 8 മക്കളിൽ ഇളയവനായിരുന്നു ദാവീദ്. അപ്പൻ മലരും എന്ന് വെച്ചാൽ അപ്പവും ഫുഡും ഒക്കെ കൊണ്ട് സഹോദരന്മാർക്ക് കൊടുക്കാൻ, അവരെല്ലാം പട്ടാളത്തിലാണ്, അവരെല്ലാം ആർമിയിലാണ്. സഹോദരന്മാർ യുദ്ധം ചെയ്യുന്നിടത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കാനാണ് ഇശയായി ദാവീദിനെ വിടുന്നത്. ദാവീദ് അവിടെ ചെന്നപ്പോൾ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26, 28 വാക്യങ്ങളിൽ ഈ ഗോലിയാത്ത് ഫെലിസ്ത്യൻ അവിടെ നിന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വെല്ലുവിളിക്കുമ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നദിയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാവ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു?
മരുഭൂമിയിൽ നിനക്ക് കുറെ ആടുകളുള്ളത് നീ ആരുടെ പക്കൽ വിട്ടിട്ട് വന്നു? നിന്റെ അഹങ്കാരവും നികളവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത്? ഡിസ്കറേജ് ചെയ്യാണ്. ഉടനെ ദാവീദ് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, അതിന് ഞാനിപ്പോ എന്നാ ചെയ്തു? ഒരു വാക്കല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ഇവനെ തീർക്കുന്നവൻ എന്ത് കൊടുക്കുമെന്ന്. എന്നിട്ട് എന്താ ദാവീദ് ചെയ്തേ? 30-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അവിടുന്ന് വിട്ടുമാറി മറ്റൊരുത്തനോട് ഇത് തന്നെ ചോദിച്ചെന്ന്. സബ്ജക്റ്റിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ടോപ്പിക്കിൽ നിന്ന് പുള്ളി പുറത്തു പോകുന്നില്ല, ലക്ഷ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ടാർഗറ്റ് ചെയ്തതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്നവർ ഡിസ്കറേജ് ചെയ്യുമ്പോഴും അവൻ ടാർഗറ്റ് ചെയ്ത പോയിന്റിൽ തന്നെ അവൻ നിൽക്കുകയാണ്. The year of divine expansion എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞെങ്കിൽ 2024 നീ അത് ടാർഗറ്റ് ചെയ്യണം. നീ അത് ടാർഗറ്റ് ചെയ്യണം. ദാവീദ് ഗോലിയാത്തിനെ ടാർഗറ്റ് ചെയ്തതുപോലെ നീ അത് ടാർഗറ്റ് ചെയ്യണം. ഡിസ്കറേജ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാം, വ്യക്തികൾ വരാം, സാഹചര്യങ്ങൾ വരാം. നെവർ ക്വിറ്റ്. ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് പോകരുത്. ഇസഹാക്ക് അവിടുന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനവൻ രഹബോത്ത് എന്ന് പേരിട്ടു. 27-ാമത്തെ വാക്യത്തിൽ ഇസഹാക്കിനെ ഓടിച്ചു കളയാൻ ശ്രമിച്ചവർ അവനോട് ബന്ധം സ്ഥാപിക്കാൻ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ 2024 നിന്നെ എതിർത്തവർ, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ നിനക്ക് വിരോധമായി നിന്നവർ നിനക്ക് അനുകൂലമാകട്ടെ. നിന്റെ ദൈവം ആര് എന്ന് അവർ തിരിച്ചറിയട്ടെ. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പലരും കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ എക്സ്പാൻഷൻ വെളിപ്പെടുമ്പോൾ പലരും ബന്ധം കൂടാൻ വരട്ടെ. എക്സ്പാൻഷൻ വെളിപ്പെടുമ്പോൾ പലരും സ്വന്തം പറയാൻ വരട്ടെ. എക്സ്പാൻഷൻ വെളിപ്പെടുമ്പോൾ പലരും സുഹൃത്താക്കാൻ വരട്ടെ. പറയുക, പ്രഖ്യാപിക്കുക, പറയുക, പ്രഖ്യാപിക്കുക. കാരണം സദൃശ്യവാക്യം 18, 20, 21 ബൈബിൾ പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ശമൂവേലിന്റെ പ്രവചന പുസ്തകം 17 ദാവീദ് പറയുന്നു, യഹോവ ഈ ഫെലിസ്ത്യനെ ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. പറയുക, പ്രഖ്യാപിക്കുക. യിരെമ്യാ 15:19 നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ അധരമാകും. 2024 നീ ദൈവത്തിന്റെ അധരമാകട്ടെ. നീ ദൈവത്തിന്റെ അധരമാകട്ടെ. പ്രഖ്യാപിക്കുക, പ്രഖ്യാപിക്കുക. വിശ്വാസം പറയുക, വിശ്വാസം പ്രഖ്യാപിക്കുക.